ാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മകരവിളക്ക് നാളിലെ ദീപാരാധനയോടെ അനുബന്ധിച്ചാവും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. വൈകിട്ട് 5-ന് പ്രാസാദ ശുദ്ധിക്രിയകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. നാളെ രാവിലെ ഉഷപൂജ കഴിഞ്ഞ് 8 മണിയോടെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്ക് ദിവസമായ ജനുവരി 15-ന് പുലർച്ചെ 2 കഴിഞ്ഞ് നട തുറന്ന സംക്രമ പൂജ ആരംഭിക്കും. സംക്രമ സമയമായ 2:46-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷാൽ നെയ്യഭിഷേകം നടക്കും. ഉച്ചയ്ക്ക് നട അടച്ചാൽ വൈകിട്ട് 5-നാണ് തുറക്കുക. എത്രണ്ട് ഭംഗിയാക്കാൻ പറ്റും അതിനുവേണ്ടി അഹോരാത്രം എല്ലാ ജീവനക്കാരും മറ്റെല്ലാ ഇതിൻ്റെ സംഘാടകരെല്ലാവരും വളരെ കഠിനമായിട്ട് തന്നെ പരിശ്രമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ഇത് പറയാനൊന്നുമില്ല. ഈ എല്ലാ വർഷത്തെ പോലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30-യോടെ തിരുവാഭരണം ചാർത്തി വിശേഷാൽ ദീപാരാധന നടക്കും. ദീപാരാധനയോട് അനുബന്ധിച്ചാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുക. ഇപ്പോൾ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാളികപ്പുറത്തും അതിൻ്റേതായ ഒരുക്കങ്ങളും ഭക്തജനങ്ങൾ നല്ലോണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പൂജകളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് വിശേഷാൽ പൂജകളായിട്ടുള്ള ഇവിടുത്തെ ഗണപതി ഹോമം, ഭഗവത് സേവ, അത് വളരെ പ്രാധാന്യമായിട്ടുള്ള പൂജകളാണ്. അത് ഈ സമയത്ത് വളരെ വിശേഷമായിട്ട് നടത്തപ്പെടുന്നതാണ്. എന്നിട്ട് ഭക്തജനങ്ങളൊക്കെ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. അത് ഈ മകരവിളക്ക് സമയത്ത് കൂടുതൽ അത് വളരെ ആഘോഷമായിട്ട് നടത്തപ്പെടാറുള്ളതാണ്. 20-ാം തീയതി വരെ തീർത്ഥാടകർക്ക് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ടുതൊഴാം. ന്യൂസ് 18 സന്നിധാനം.